ഒരു പ്രായം കഴിയുമ്പോൾ മുടി കൊഴിയുന്നു, അയ്യോ ഇതിന് പെട്ടെന്ന് കഷണ്ടിയിലേക്ക് പോവോ, പ്രശ്നമാവോ എന്നൊക്കെ ധാരണ വരുന്നു. അപ്പോൾ നിങ്ങളുടെ മുടി ഒരു ബാൾനെസ്സിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത്? ഐബ്രോസ് എന്ന് പറയുമ്പോഴത്തേക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ളൊരു ഭാഗമാണ്. കാരണം വെൻ യു ലുക്ക് അറ്റ് എ പേഴ്സൺ, ഐസും ഐബ്രോസ് ആണ് മോസ്റ്റ് സ്ട്രൈക്കിംഗ് ഫീച്ചർ. ഇഫ് യു ലുക്ക് അറ്റ് ദി ഫിലിം ആക്ട്രസസ് ഓർ ദ സെലിബ്രിറ്റീസ്, ഒരു 80s 90s ൻ്റെ സമയത്ത് നോക്കിയിട്ട് ഇപ്പോൾ ആ സെയിം സെലിബ്രിറ്റീസിൻ്റെ ഇപ്പോഴത്തെ ഫോട്ടോസ് കാണുമ്പോൾ നല്ല ഡ്രാസ്റ്റിക് ചേഞ്ച് കാണും. പലർക്കും പല ആശങ്കയുണ്ട്, എൻ്റെ കുഞ്ഞിക്കണ്ണായി പോയി, ഇടുങ്ങിയ കണ്ണായി പോയി, ഇങ്ങനെയൊക്കെ. അപ്പോൾ നമ്മുടെ കണ്ണുകൾ കുറച്ച് വിടർന്ന് കാണാൻ അല്ലെങ്കിൽ കുറച്ചുകൂടി വൈഡനാക്കാൻ അത്തരത്തിൽ എന്തെങ്കിലും പ്രൊസീജിയേഴ്സ് അവൈലബിൾ ആണ്? ആംഗിൾ ഓഫ് മാൻഡിബിൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇറ്റ് ഗിവ്സ് യു ഒരു ചിസൽഡ് ലുക്ക്. നമ്മുടെ ഹൃതിക് റോഷനും അങ്ങനത്തെ ആ ഒരു നല്ലൊരു കോൺഫിഡൻസ് ബൂസ്റ്ററാണ് ഫോർ പീപ്പിൾ ടു ബി പ്രസൻറ്റ്. മാം, ഒരു പ്ലാസ്റ്റിക് സർജൻ അല്ലെങ്കിൽ ഒരു എസ്തറ്റിക് പ്ലാസ്റ്റിക് സർജൻ്റെ മുന്നിലിരിക്കുമ്പോൾ എനിക്ക് ആദ്യം ചോദിക്കാൻ തോന്നുന്നൊരു കാര്യം, നമ്മുടെ കാലങ്ങളായിട്ടുള്ളൊരു ടാബുവാണ്. നിങ്ങളുടെ ശരീരത്തിൽ എന്തെങ്കിലും ഒരു ഇൻസെക്യൂരിറ്റി ഉണ്ട്, അത് മാറ്റാൻ ഒരു ഡോക്ടറെ അടുത്ത് പോകുമ്പോൾ അത് വെറുമൊരു ഇപ്പം ഇങ്ങനെ കണ്ടാൽ എന്താ എന്നുള്ളൊരു ധാരണ. ഇപ്പം ഞാൻ ഏൺ ചെയ്യുന്നു, അതിൻ്റെ ഒരു പങ്ക്, എൻ്റെ സേവിങ്സും ആവശ്യങ്ങളും ഒക്കെ കഴിഞ്ഞിട്ടുള്ള ഒരു പങ്ക്, അല്ലെങ്കിൽ ഒരു ഹൗസ് വൈഫ് ആയിക്കോട്ടെ, അവരുടെ റിവാർഡിൻ്റെ ഒരു പങ്ക് എന്നെ എങ്ങനെ പ്രസൻറ്റ് ചെയ്യണം, അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും ഇൻസെക്യൂരിറ്റി ഉണ്ട് അതൊന്ന് ക്ലിയർ ചെയ്യാൻ ഞാൻ ചിലവഴിക്കുന്നു. അത് വെറും ഒരു പാഴ്ചിലവാണോ? അല്ല. മനുഷ്യർ ഡോക്ടറെ അടുത്ത് വന്നിട്ട് പോകുമ്പോൾ അവരുടെ ഒരു കോൺഫിഡൻസിൽ, ഒരു മനോഭാവത്തിൽ എന്ത് വ്യത്യാസമാണ് കണ്ടിരിക്കുന്നത് ശരിക്കും? പണ്ടത്തെ പോലെ അല്ല ഇപ്പോഴ്. ദ തിങ്സ് ഹാവ് ചേഞ്ച്, സൊസൈറ്റി ഓൾസോ ഹാവ് ചേഞ്ച്ഡ്. പണ്ട് പ്ലാസ്റ്റിക് സർജറി ഓ കോസ്മെറ്റിക് സർജറി എന്ന് പറയുമ്പോഴത്തേക്ക് ആൾക്കാർ വലിയൊരു ഹൈപ്പ് ഉണ്ടാക്കും. യുനോ, അവർ അതെടുത്തു, സെലിബ്രിറ്റീസ് മാത്രം ചെയ്യുന്ന ഒരു കാര്യമാണ്. ബിക്കോസ് ആ ഒരു റോങ് നോഷൻ ദാറ്റ് എസ്തെറ്റിക് സർജറി ഈസ് ഓൺലി മെൻറ്റ് ഫോർ ദ റിച്ച്, ദ ഫേമസ് ആൻഡ് ദ എലീറ്റ് ഗ്രൂപ്പ് എന്നുള്ള ഒരു രീതിയിൽ. പക്ഷെ അതൊക്കെ മാറി. ഇറ്റ് ഈസ് അഫോർഡബിൾ for all now. Affordable മാത്രമല്ല, ഇറ്റ് ഈസ് അക്സെപ്റ്റഡ് ബൈ മെനി എന്ന് പറയാം. ഇപ്പോഴും ഉണ്ട് ചിലവർക്ക്, ബട്ട് ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ എ വേ ദാറ്റ് നമ്മളൊരു കരിയർ പേഴ്സൺ ആണെങ്കിൽ, ഞാൻ പേഴ്സൺ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് ഓൺലി ഫോർ വിമൻ, രണ്ട് ജെൻഡേഴ്സിനും ഈക്വലായിട്ട് അത് ഇമ്പോർട്ടൻ്റ് ആണ് ഇപ്പം. ആൻഡ് നോട്ട് ഓൺലി ദ കരിയർ പേഴ്സൺ, പക്ഷേ വീട്ടിൽ ഇഫ് യു ആർ എ ഹോം മേക്കർ, അവർക്കും അത് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ടു യുനോ ഹൗ യു ക്യാരി യുവർ സെൽഫ്. എവിടെയെങ്കിലും പോവുകയാണെങ്കിലോ അതോ യുനോ ജസ്റ്റ് ടു ഫീൽ ഗുഡ്. യു ഡോണ്ട് ഹാവ് ടു ഗോ ഔട്ട്സൈഡ് ടു പ്രൂവ് യുവർ സെൽഫ് ടു അനദർ. പക്ഷെ വാട്ട് യു ഫീൽ വിത്തിൻ യു, ഇഫ് ദാറ്റ് ക്യാൻ മേക്ക് യു ഹാപ്പി, ഇഫ് സം സ്മോൾ ചേഞ്ച് ക്യാൻ മേക്ക് യു ഹാപ്പി, വൈ നോട്ട് ഗോ ഫോർ പ്ലാസ്റ്റിക് സർജറി? ഇപ്പോഴത്തെ ഹോം മേക്കേഴ്സ് തന്നെ ദർ ആർ ലോട്ട്സ് ഓഫ് സാലറീഡ് ഹൗസ് വൈഫ്സ് എന്ന് പറയുന്നത് അതൊരു ന്യൂ കോൺസെപ്റ്റാണ്. ആൻഡ് ഇറ്റ്സ് എ വെരി നൈസ് കോൺസെപ്റ്റ്. കാരണം ദേ ഹാവ് ഗിവൻ ദെയർ ഫാമിലി ദിയർ ടൈം. അപ്പോൾ ഓരോ മാസം അവരുടെ അക്കൗണ്ടിൽ ദ വർക്കിംഗ് പാർട്ട്ണർ വിൽ ഗിവ് ഒരു സെറ്റ് എമൗണ്ട് ഓഫ് ടൈം. ആ എമൗണ്ട് ഷുഡ് നോട്ട് ബി ഡിസ്കസ്ഡ്. അവർ ആ എമൗണ്ട് വെച്ചിട്ട് അവരെന്ത് ചെയ്യുന്നു, ദേ ക്യാൻ ബൈ ക്ലോത്ത്സ്, ദേ ക്യാൻ ബൈ വാട്ട് എവർ ദേ വോണ്ട്, ഷൂസ്, വാട്ട് എവർ. ആൻഡ് ഇത് വേണമെങ്കിൽ പ്ലാസ്റ്റിക് ചെയ്യണമെങ്കിൽ, പ്രൊസീജിയേഴ്സ് ചെയ്യണമെങ്കിൽ, ഇറ്റ് ഈസ് ദേ ആർ ഇൻഡിപെൻഡൻറ്റ്. ആ ഒരു ഫീലിംഗ് ആണ്. ഈ കാലങ്ങളായിട്ട് ഒരു പ്രശ്നം എനിക്കുണ്ട് എന്ന് ക്യാരി ചെയ്യുന്നതിനേക്കാൾ നല്ലത് അത് ഡോക്ടറെ അടുത്തേക്ക് വന്ന് ചെയ്ത് ആൻഡ് ഫീൽ ഹാപ്പി അബൌട്ട് ഇറ്റ്. അത് യുനോ ഓരോ ആൾക്ക് അവർക്കായ ഒരു ഇൻസെക്യൂരിറ്റീസ് ഉണ്ടാവും അബൌട്ട് സം ബോഡി പാർട്ട്, വെദർ ഇറ്റ് ഇസ് എ ഹെയർ, വെദർ ഇറ്റ് ഇസ് എ ടീത്ത് ഓർ എന്തെങ്കിലും ഉണ്ടാവും. അപ്പോൾ ദാറ്റ് വിൽ ബി യുനോ നോയിങ് അറ്റ് യു ഫോർ എവർ. ഫോർ എക്സാമ്പിൾ, ഒരു ജെൻറ്റിൽമാൻ ഹി കെയിം ആൻഡ് ഹി വാസ് ഒരു 65+, മൂക്കിന് റൈനോപ്ലാസ്റ്റി വേണം എന്ന് പറഞ്ഞിട്ട്. അപ്പം ഇത്രയും നാൾ എന്താ വരാത്തതെന്ന് ചോദിച്ചപ്പോൾ, പണ്ട് ഒരു സംശയം ഉണ്ടായിരുന്നു, ഞാൻ ഇത് പറഞ്ഞാൽ ആൾക്കാർ ചിരിക്കും. ഇപ്പോൾ ഐ ആം ഓൺ മൈ ഓൺ, ഐ ഹാവ് ഗോട്ട് എ സ്റ്റേബിൾ ഇൻകം, ഐ ക്യാൻ അഫോർഡ് ഇറ്റ്. അതുകൊണ്ടാണ് ഞാൻ വന്നത്. സോ സി ദർ ആർ ചേഞ്ചസ് ഇൻ സൊസൈറ്റി. ഓക്കെ മമ്മി, നമ്മൾ ഈ ഒരു കോൺഫിഡൻസിനെ പറ്റിയും ഫീൽ ഹാപ്പിയെ പറ്റിയൊക്കെ പറയുമ്പോഴേ നമ്മൾ ഏറ്റവും കൂടുതൽ ആശങ്ക ഒരു സമയത്ത് ഉണ്ടാകുന്നത് നമ്മുടെ മുടി ഇങ്ങനെ കൊഴിഞ്ഞു തുടങ്ങുമ്പോഴാണ്. ഒരു പ്രായം കഴിയുമ്പോൾ മുടി കൊഴിയുന്നു, അയ്യോ ഇതിന് പെട്ടെന്ന് കഷണ്ടിയിലേക്ക് പോവോ, പ്രശ്നമാവോ എന്നൊക്കെ ധാരണ വരുന്നു. അപ്പോൾ നിങ്ങളുടെ മുടി ഒരു ബാൾനെസ്സിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത്?
ആദ്യം ഒരു ഡോക്ടറിൻ്റെ അടുത്ത് പോകുമ്പോഴത്തേക്ക് ഡോക്ടർ നല്ലൊരു ഡീറ്റെയിൽഡ് ഹിസ്റ്ററി എടുക്കും. അപ്പം ഹിസ്റ്ററിയിൽ ഡോക്ടർ നോക്കുന്നതെന്ന് പറയുമ്പോൾ കോസസ് ആയിരിക്കും. അപ്പോൾ കോസസ് പല കാരണമായിരിക്കും ഈ മുടി കൊഴിച്ചിലുണ്ടാകുന്നത്. കൊഴിച്ചിൽ മാത്രമായിരിക്കില്ല, തിന്നിങ് ഓഫ് ഹെയറും ഉണ്ടാവാം. അപ്പോൾ അത് പ്രോബബ്ലി ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി ആയിരിക്കും, ലൈഫ് സ്റ്റൈൽ ഉണ്ടായിരിക്കും, സ്മോക്കിംഗ്, ആൽക്കഹോൾ, പിന്നെ ദ വേ വാട്ട് ഇസ് ഇറ്റ് കോൾഡ്, ഈ ജങ്ക് ഫുഡ് വലിയൊരു ഭാഗമാണ്. പിന്നെ സ്ട്രെസ് ഇസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ. അപ്പോൾ അതൊക്കെ ഞങ്ങൾ അസസ് ചെയ്ത് എന്നിട്ട് വി സെൻഡ് പേഷ്യൻസ് ഫോർ എ പാനൽ ഓഫ് ബ്ലഡ് ടെസ്റ്റ്. അപ്പോൾ ബ്ലഡ് ടെസ്റ്റ് വരുമ്പോഴത്തേക്കും വിൽ ബി ഏബിൾ ടു ഐഡൻറ്റിഫൈ എന്തെങ്കിലും ഡെഫിഷ്യൻ്റ് ആണോ, വൈറ്റമിൻസോ മിനറൽസ് എന്തെങ്കിലും ഡെഫിഷ്യൻ്റ് ആണോ. എന്നിട്ട് അവർക്ക് ആ സപ്ലിമെൻറ്റ്സ് ഒരു സൈക്ലിക്കൽ തെറപ്പി ആയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യും. അതല്ലാതെ വി ഹാവ് മെനി ട്രീറ്റ്മെൻറ്റ്സ് ആൻഡ് പ്രൊസീജിയേഴ്സ്. ഒന്ന് PRP, പ്ലേറ്റ്ലെറ്റ് റിച്ച് പ്ലാസ്മ എന്ന് പറയുന്ന, ഓർ GFC എന്ന് പറയുന്നത്. GFC എന്ന് പറയുമ്പോൾ ഗ്രോത്ത് ഫാക്ടർ കോൺസെൻട്രേറ്റ്. അത് ബേസിക്കലി പേഷ്യൻസ് ഓൺ ബ്ലഡ് എടുത്ത് പ്രോസസ്സ് ചെയ്യും. ആ പ്രോസസ് ബ്ലഡ് തന്നെ വീണ്ടും സ്കാൽപ്പിൽ കുത്തിവെക്കും. അപ്പോൾ ചിലവർക്ക് അവരുടെ ഫോളിക്കിൾസ് എന്ന് പറയുമ്പോൾ ഉറങ്ങിക്കിടക്കുന്നതായിരിക്കും, ഡോർമെൻറ്റ് സ്റ്റേറ്റിലായിരിക്കും. അപ്പോൾ ഈ PRPയും GFC ചെയ്യുന്നത് ആ ഡോർമെൻറ്റ് ഉറങ്ങിക്കിടക്കുന്ന ഫോളിക്കിൾസിനെ ഒന്ന് തട്ടി ഉണർത്തി ഒരു അവേക്കണിങ് ഓഫ് ദാറ്റ്. അപ്പോൾ അത് ഇറ്റ് വിൽ സ്റ്റാർട്ട് ഗ്രോയിങ്. അപ്പം ഇത് കുറച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് എന്നിട്ടും അവർക്ക് ഒരു ഇഫക്റ്റ് വരുന്നില്ല. ഫ്യൂ സെഷൻസ് ആയിട്ട് കൊടുക്കും, ഓരോ മാസമായിട്ട് 4 weeks ടൈം. അത് കുറച്ച് സെഷൻസ് കഴിഞ്ഞിട്ടും തീരെ ഒരു ചെറിയ ബേബി ഹെയർ ഒന്നും കാണുന്നില്ലെങ്കിൽ ദേ വിൽ ബി ദ റൈറ്റ് കാൻഡിഡേറ്റ്സ് ഫോർ ഒരു ഹെയർ ട്രാൻസ്പ്ലാന്റ് തന്നെ. ഓക്കെ, ഈ ഹെയർ ട്രാൻസ്പ്ലാന്റിനെ പറ്റി പല ആശങ്കകളുണ്ട്. ഇത് സേഫാണോ, എല്ലാവർക്കും ഇത് വർക്കൗട്ട് ആവും, അങ്ങനെ കുറേ കാര്യങ്ങൾ. എന്താണ് ശരിക്കും ഈ ഹെയർ ട്രാൻസ്പ്ലാന്റ് എന്ന് പറഞ്ഞാൽ? ഹെയർ ട്രാൻസ്പ്ലാന്റ് എന്ന് പറയുമ്പോഴത്തേക്ക് സ്വന്തം ബോഡിയിലുള്ള ഒരു ഡോണർ സൈറ്റ് ഐഡൻറ്റിഫൈ ചെയ്യും. നല്ല ഡെൻസ് മുടി ഉണ്ടാവണം ആ സൈറ്റിൽ, ബാക്ക് ഓഫ് ഹെയറോ സൈഡ് എവിടെയെങ്കിലും, അല്ലെങ്കിൽ ബിയേർഡ് ആണെങ്കിൽ ബിയേർഡോ ചെസ്റ്റ് ഹെയറിൽ നിന്ന് എടുക്കാം. അതെടുത്തിട്ട് ഈ ഡെഫീഷ്യൻ സ്ഥലത്തിൽ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നതാണ് ഹെയർ ട്രാൻസ്പ്ലാന്റ് എന്ന് പറയുന്നത്. 2 തരം ഹെയർ ട്രാൻസ്പ്ലാന്റ് ഉണ്ട്. FUT എന്ന് പറയുന്നതുണ്ട്, FUE എന്ന് പറയുന്നത്. ഒന്ന് ഫോളിക്കുലർ യൂണിറ്റ് ട്രാൻസ്പ്ലാന്റേഷൻ, മറ്റത് ഫോളിക്കുലർ യൂണിറ്റ് എക്സ്ട്രാക്ഷൻ എന്ന് പറയുന്നത്. ഇപ്പം കൂടുതൽ സ്ഥലങ്ങളിൽ FUE ആണ്. എന്ന് പറഞ്ഞാൽ ഓരോ ഫോളിക്കിൾ അവർ നോക്കിയെടുത്തിട്ടാണ് അത് ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നത്. വേറെ FUT കുറച്ചും കൂടി ഒരു പഴയ ഇതാണ്, പക്ഷേ ഇഫക്റ്റീവാണ്. ഒരു സ്ട്രിപ്പ് ഓഫ് ഹെയർ ബാക്കിൽ നിന്ന് ഇത്ര ഒരു സ്ട്രിപ്പ് എടുത്ത് കട്ട് ചെയ്ത് ആ ഒരു ഫോളിക്കിൾസ് വിത്ത് സ്കിൻ ഉണ്ടാവും. അപ്പോൾ അതെടുത്ത് പിന്നെ ഓരോന്നെടുത്ത് കട്ട് ചെയ്ത് ആ ഫോളിക്കിൾസിനെ എടുത്തിട്ടാണ് ഈ ഒരു സ്ഥലത്തിനുള്ളത്. അപ്പോൾ FUT ചെയ്യുമ്പോൾ അത്രയും ഒരു സ്ട്രിപ്പ് എടുക്കുമ്പോൾ അവിടെ സ്റ്റിച്ച് ഉണ്ടാവും. അപ്പോൾ ചിലവർക്ക് നല്ല ഷോർട്ട് ഹെയർസ് ആണെങ്കിൽ, മെന്നിൽ നല്ല ഷോർട്ട് ഹെയർ ആണെങ്കിൽ അത് ചിലവർക്ക് ആ ഒരു ഇൻസിഷൻ്റെ ആ ഒരു സ്കാർ കാണാൻ പറ്റും. സോ ദാറ്റ്സ് വൈ പീപ്പിൾ പ്രിഫർ ടു ഡു FUE നൗ ദീസ് ഡേയ്സ്. മാം, ഇത് ഹെയർ പോലെ തന്നെയാണ് നമ്മുടെ ഒരു ബോഡിയിലെ ഐബ്രോ. അപ്പോൾ ഒരു വ്യക്തിയുടെ ഫേസ് കാണുമ്പോൾ എത്ര ഇമ്പോർട്ടൻ്റ് ആണ് ഐബ്രോയുടെ ഷേപ്പൊക്കെ ഒരു ഫേസിനെ ഡിഫൈൻ ചെയ്യാൻ എത്ര ഇമ്പോർട്ടൻ്റ് ആണ്? ഐബ്രോസ് എന്ന് പറയുമ്പോഴത്തേക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ളൊരു ഭാഗമാണ്. കാരണം വെൻ യു ലുക്ക് അറ്റ് എ പേഴ്സൺ, ഐസും ഐബ്രോസാണ് മോസ്റ്റ് സ്ട്രൈക്കിംഗ് ഫീച്ചർ. ആദ്യം തന്നെ കാണുന്നത് ഐബ്രോസും. കാരണം ഐബ്രോസ് ഡസൻറ്റ് ഓൺലി ഷോ യു ദ ബ്യൂട്ടി ഓഫ് ദ പേഴ്സണിൻ്റെ എക്സ്പ്രഷൻ പോലും നമുക്കറിയാൻ പറ്റും. ഹാപ്പിയാണോ ദേഷ്യമാണോ, അത് ആ ഒരു ഡിഫറൻഷിയേഷൻ നമുക്ക് കാണാൻ പറ്റും. ഇനി ഫീമെയിലും മെയിൽ ഐബ്രോസ്, അവർക്ക് ഒരു ഐഡിയൽ ഏസ്തെറ്റിക് ഐബ്രോ നോക്കുമ്പോൾ ഡിഫറൻസസ് ഉണ്ട്. മെയിൽസിൽ യൂഷ്വലി തിക്കർ ആൻഡ് ബ്രോഡർ ഐബ്രോസ് ആണ്. കുറച്ചും വലിയ ടേപ്പറിങ് ഉണ്ടാവില്ല, അറ്റം വരുമ്പോൾ കുറച്ചൊരു ടേപ്പറിങ് ഉണ്ടാവും. പക്ഷേ ദേ ആർ ഫ്ലഷ് ഓൺ ടു ദ ബോൺ. ഇവിടുത്തെ ഓർബിറ്റൽ റിം ഉണ്ടല്ലോ, ഈ ബോൺ അതിൻ്റെ പുറത്തായിരിക്കും, ഫ്ലാറ്റ് ആയിരിക്കും മെന്നിൽ കാണുന്നത്. പക്ഷേ ഫീമെയിൽസിൽ, സ്ത്രീകളിൽ കാണുന്നത് കുറച്ചും കൂടെ തിന്നർ ഐബ്രോസ്, അറ്റം വരുമ്പോൾ ടേപ്പറിങ് ആയിരിക്കും. പക്ഷേ ഇഫ് യു നോട്ടീസ് ഓരോ ലേഡീസിനെങ്കിലും ഒരു ആർച്ച് ഉണ്ടാവും. ആ ആർച്ചാണ് ഫീമെയിൽ ഐബ്രോയിൽ ഭംഗി കൊണ്ടുവരുന്നത്. ദാറ്റ് ഈസ് വാട്ട്
they believe it to be. പുരുകൊടി കണ്ടു എന്നൊക്കെ പറഞ്ഞ് മയങ്ങിപ്പോയി എന്നൊക്കെ പറയുന്ന പോലെ. അതെ. സോ വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യം എന്ന് പറഞ്ഞാൽ, ഇഫ് യു ലുക്ക് അറ്റ് ദി ഫിലിം ആക്ട്രസസ് ഓർ ദ സെലിബ്രിറ്റീസ്, ഒരു 80s 90s ൻ്റെ സമയത്ത് നോക്കിയിട്ട് ഇപ്പോൾ ആ സെയിം സെലിബ്രിറ്റീസിൻ്റെ ഇപ്പോഴത്തെ ഫോട്ടോസ് കാണുമ്പോൾ നല്ല ഡ്രാസ്റ്റിക് ചേഞ്ച് കാണും. പഴയ ആ പിരികം യൂസ് ടു ബി ഭയങ്കര കട്ടിയായിരിക്കും, ഇവിടെ സെൻറ്ററിൽ അവർ ത്രെഡ് ചെയ്യില്ല, അത് ഒരു യൂണിബ്രൗ ആയിരിക്കും, കജോൾഡ് ഐബ്രൗസൊക്കെ കരീഷ്മ കപൂറിൻ്റെ നല്ല തിക്കായിരിക്കും. പക്ഷേ ഇപ്പോഴൊക്കെ നോക്കുമ്പോൾ നല്ല തിന്നും ഭയങ്കരമായിട്ട് ഡെൽ ബി ഡൺ പ്രോപ്പർലി. ഇപ്പം ലേറ്റർ ജനറേഷൻസ് നാവും കുറച്ചും കൂടെ തിക്കായിട്ട് പോകുന്നു. അപ്പം ട്രെൻഡ്സ് ചേഞ്ച് വിത്ത് ടൈം. സോ അതേപോലെ ആയിരിക്കും യുനോ ഐബ്രോസ് ഓൾസോ, യുനോ ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ഇഫ് യു ലുക്ക് അറ്റ് ഇറ്റ്. ഓക്കെ. അതുപോലെ തന്നെയാണ് നമ്മൾ ഈ ഐബ്രോ പറഞ്ഞ പോലെ തന്നെയാണ് അത് കഴിഞ്ഞിട്ട് കണ്ണിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ പലർക്കും പല ആശങ്കയുണ്ട്. എൻ്റെ കണ്ണ് കുഞ്ഞിക്കണ്ണായിപ്പോയി, ഇടുങ്ങിയ കണ്ണായിപ്പോയി, ഇങ്ങനെയൊക്കെ. അപ്പോൾ നമ്മുടെ കണ്ണുകൾ കുറച്ച് വിടർന്ന് കാണാൻ അല്ലെങ്കിൽ കുറച്ചുകൂടി വൈഡനാക്കാൻ അത്തരത്തിൽ എന്തെങ്കിലും പ്രൊസീജിയേഴ്സ് അവൈലബിൾ ആണോ ശരിക്കും? ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. ദർ ആർ 2 types. നോൺ സർജിക്കൽ ഉണ്ട്, സർജിക്കലും ഉണ്ട്. നോൺ സർജിക്കൽ ആണെങ്കിൽ ബൊട്ടോക്സ് തന്നെ പ്ലേസ് എ ഗുഡ് റോൾ. അതിൽ ഐബ്രോ ലിഫ്റ്റ്, ഞാൻ നേരത്തെ പറഞ്ഞ ഐബ്രോസ് താഴെ വരുന്ന ബൊട്ടോക്സ് വെച്ചിട്ട് ഐബ്രോ ലിഫ്റ്റും കിട്ടാൻ സാധ്യതയുണ്ട്. പിന്നെ ഈ ഐബ്രോസ് താഴെ പോകുമ്പോൾ ഈ അപ്പർ ഐലിഡ് ഉണ്ടാവില്ല, അത് ഹുഡഡ് ആയി പോകും, ഇങ്ങനെ ഒരു മടങ്ങിപ്പോകും. അതാണ് കണ്ണ് കുറച്ചും കൂടെ ചെറുതാണ്, അടങ്ങിപ്പോകുന്ന പോലെ തോന്നുന്നു. പിന്നെ കുറച്ചും കൂടെ പ്രായമുള്ള ആൾക്കാർ, അവർക്കാണെങ്കിൽ കണ്ണ് നേരെ കാണാനും പോലും പറ്റില്ല. സോ ഇറ്റ് ഈസ് നോട്ട് എൻ എസ്തെറ്റിക് തിങ്, അവർക്കൊരു ഫങ്ഷണൽ പ്രോബ്ലം തന്നെയാണ്. കാരണം അവരിങ്ങനെ മേളിലോട്ട് നോക്കുമ്പോൾ ഈ ഹുഡ് ഇങ്ങനെ കവർ ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ അവർക്ക് കാഴ്ച തന്നെ പ്രശ്നമാണ്. അങ്ങനെയാണെങ്കിൽ ബെറ്റർ ടു ഗോ ഫോർ എ സർജറി, ഒരു സർജിക്കൽ പ്രൊസീജിയർ, ബ്ലെഫറോപ്ലാസ്റ്റി എന്നാണ് പറയുന്നത്. അത് വി ക്യാൻ ഡു ഇറ്റ് അണ്ടർ ലോക്കൽ അനസ്തീഷ്യ. വെരി ഈസി ആൻഡ് വെരി ഫാസ്റ്റ് പ്രൊസീജിയറാണ്. അത് ചെയ്യാം. ആൻഡ് യുവർ ഐസ് വിൽ ബി മോർ ഓപ്പൺ and you look more alert and കുറച്ചും കൂടെ ഒരു ബ്രൈറ്റ്നെസ് ഉണ്ടായിരിക്കും ഫേസിന്. ഓക്കെ. ഇനി നമ്മൾ അതുപോലെ തന്നെയാണ് പലർക്കും ഒരു ഏജിങ്ങിൻ്റെ ഭാഗമായിട്ടൊക്കെയാണ് ഈ ഫേസ് സാഗ് ചെയ്യുന്നു, ചീക്സ് താഴേക്ക് വരുന്നു. ഗ്രാവിറ്റിയുടെ ഒരു കാര്യം തന്നെയായിരിക്കാം. പക്ഷെ പലരും അതിൽ വല്ലാതെ ആശങ്കപ്പെടുകയും പ്രായമായിപ്പോയോ, ഇവിടുത്തെ ഫോൾസൊക്കെ കാണാറുണ്ടെന്നൊക്കെ പറയാറുണ്ട്. ശരിക്കും അതിനെന്താണ് ട്രീറ്റ്മെൻറ്റ്? ഞാനിപ്പോൾ ചോദിക്കാനുള്ള പ്രധാന കാരണം, മനുഷ്യരെല്ലാം ഇപ്പോൾ ഫേസ് യോഗ അങ്ങനെയൊക്കെ പോകുന്നുണ്ട്, ഇങ്ങനെ നമ്മൾ തന്നെ ലിഫ്റ്റ് ചെയ്ത പരിപാടിയൊക്കെ. ഇത് വർക്കൗട്ട് ആവുമോ? എന്താണ് അതിൻ്റെ ഒരു കാര്യം? ഫേസ് യോഗ വളരെ ട്രെൻഡിങ് ആണ്, പക്ഷേ ഇറ്റ് ഈസ് സ്റ്റിൽ among the plastic surgeons, I don't think they accept that. There is no studies or research that shows proof that it really works. Okay. Probably ആ ഒരു ടെമ്പററി ടൈം ചെയ്ത് കഴിഞ്ഞ ഉടനെ ഒരു കാരണം ഓഫ് കോഴ്സ് ബിക്കോസ് ഇറ്റ്സ് എ മസാജിങ് പ്രോസസ്. അതിൻ്റെ ലിംഫാറ്റിക്സിൻ്റെ മസാജിങ് ഉണ്ടാകുമ്പോഴേക്ക് ഡെഫിനറ്റ്ലി യു വിൽ ഫീൽ ദ ഗ്ലോ, യു വിൽ ഫീൽ ഒരു ഫീൽ ഗുഡ് ഫീച്ചർ ഉണ്ട്. പക്ഷേ ഇസ് ദാറ്റ് യുവർ പെർമനൻറ്റ് സൊല്യൂഷൻ? ഡെഫിനറ്റ്ലി നോട്ട്. അപ്പം ഈ ഫേസൊക്കെ ഫേസ് ടിഷ്യൂസൊക്കെ വരുമ്പോഴത്തേക്ക് ഇറ്റ്സ് എ സാഗിങ്. അത് ലൈക്ക് ഐ സെഡ് ഇറ്റ്സ് ആൻഡ് യു മെൻഷൻഡ് ഗ്രാവിറ്റിയാണ്. ഗ്രാവിറ്റി ഈസ് ഓൾവേസ് ഗോയിങ് ടു പുൾ ഇറ്റ് ഡൗൺ. നത്തിങ് നമ്മൾ മസാജ് ചെയ്തുകൊണ്ട് അത് മേളിലോട്ടിരിക്കാൻ പോകുന്നില്ല. സോ വാട്ട് വി ഡു, ദർ ആർ അഗൈൻ സർജിക്കൽ പ്രൊസീജിയേഴ്സ് ഉണ്ട്, നോൺ സർജിക്കൽ പ്രൊസീജിയേഴ്സ് ഉണ്ട്. ത്രെഡ് ലിഫ്റ്റ് ഇസ് എ വെരി ഗുഡ് ഓപ്ഷൻ. ത്രെഡ് ലിഫ്റ്റ് ചെയ്യുമ്പോൾ മൈന്യൂട്ട് ത്രെഡ്സ് ആണ്. അപ്പം അത് അണ്ടർ ലോക്കൽ അനസ്തീഷ്യ അത് ഇൻസേർട്ട് ചെയ്യും. എവിടെയാണ് ലിഫ്റ്റ് വേണ്ടത്, ഇവിടെ ഈ ലൈക്ക് യു സെഡ് ഈ ഒരു ഫോൾഡ് ഉണ്ടല്ലോ, നമ്മൾ നേസോ ലേബിയൽ ഫോൾഡ് എന്നാണ് പറയുന്നത്. ഇവിടെ ചിലവർക്ക് ഇവിടെ ഇങ്ങനെ കുറച്ച് ഒരു ബൾജിങ് കാണും, ജൗൾസ് എന്ന് പറയുന്നത്. അതൊക്കെ ഞങ്ങൾക്ക് ലിഫ്റ്റ് ചെയ്യാൻ പറ്റും വിത്ത് ഈ സ്മോൾ ത്രെഡ്സ്. ചെറിയ നീഡിൽസും അറ്റാച്ച് ടു ത്രെഡ്സ് അത് ഇൻസേർട്ട് ചെയ്തിട്ട് പുൾ ഔട്ട് ചെയ്യുന്നത്. അതുപോലെ നെക്കിനും അത് ചെയ്യാൻ പറ്റും. അത്യാവശ്യം ആൾക്കാർക്ക് അത് നല്ല ഒരു ഇഫക്റ്റ് വരും. കുറച്ചൊരു ലോങ് ടേം ആണ്, പക്ഷെ അത് പെർമനൻറ്റ് സൊല്യൂഷൻ അല്ല. ബിക്കോസ് ലൈക്ക് വി സെഡ് ഗ്രാവിറ്റി ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ്സ്. അപ്പോൾ അത് ചെയ്യും, കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഡെഫിനറ്റ്ലി ഇറ്റ്സ് ഗോയിങ് ടു കം ഡൗൺ. സോ വാട്ട് ഈസ് എ പെർമനൻറ്റ് സൊല്യൂഷൻ?
സർജിക്കൽ, ദാറ്റ് ഈസ് യുവർ ഫേസ് ലിഫ്റ്റ്. അപ്പോൾ ഫേസ് ലിഫ്റ്റ് ഉള്ളിലുള്ള ഇവിടെ യു വിൽ മേക്ക് എ ഇൻസിഷൻ, പക്ഷെ കാണാത്ത ഒരു ഇൻസെക്ഷൻ ആയിരിക്കും. ഈ ഹെയർ ലൈൻ വെച്ച് തുടങ്ങി ചെവീൻ്റെ ആ ഒരു ബോർഡറിലാണ് കാണുന്നത്. അപ്പം ഒറ്റ നോട്ടത്തിൽ അറിയില്ല ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇറ്റ് ഗോസ് ബിഹൈൻഡ്. അത് വെച്ചിട്ട് പ്ലെയിൻസ് കൃത്യമായിട്ട് നോക്കി ആൻഡ് ആ സാഗിനെ വലിച്ച് എക്സ്ട്രാ എന്തെങ്കിലും ഉള്ളിലുള്ള ഫേഷ്യൽ ടിഷ്യൂ ഉണ്ടെങ്കിൽ അത് ട്രിം ചെയ്യണം. എക്സ്ട്രാ ഇങ്ങനെ സ്കിൻ വലിക്കുമ്പോൾ ഒരു റീഡ്രേപ്പിംഗ് ആണ്. അപ്പോൾ റീഡ്രേപ്പ് ചെയ്യുമ്പോൾ ചുളിവുള്ള അതെല്ലാം മാറ്റുകയാണല്ലോ. ചുളിവ് മാറ്റുമ്പോഴത്തേക്ക് കുറച്ച് എക്സ്ട്രാ സ്കിൻ തന്നെ കിട്ടും. അതും ട്രിം ചെയ്തിട്ട് വീണ്ടും തുന്നുന്നതായിരിക്കും. സോ അഗൈൻ ഇറ്റ്സ് എ ലിഫ്റ്റിംഗ് പ്രൊസീജിയർ. സോ ദാറ്റ് പെർമനൻ്റ് ആണ്. പക്ഷെ എന്നാലും പെർമനൻ്റ് ആണെങ്കിലും ആഫ്റ്റർ സേ 5 years or 6 years, it depends on each person, അവരുടെ ബോഡി ടൈപ്പ്. ചിലവർ ദേ കം അഗൈൻ ഫോർ എ റീഡു സർജറി ബിക്കോസ് അഗൈൻ ഗ്രാവിറ്റി ഈസ് എ കോൺസ്റ്റൻറ്റ് ഫോഴ്സ്. മാം, ഇത് കേൾക്കുമ്പോഴേ എനിക്ക് തോന്നുന്നത് എല്ലാവരുടെ മുഖത്തിനും ഒരു യുണീക്ക് ഫീച്ചർ ഉണ്ടാവുമല്ലോ. എല്ലാവരും ഒരുപോലെ ആക്കുകയല്ലല്ലോ ഒരു പ്ലാസ്റ്റിക് സർജൻ്റെ ജോലി. അപ്പോൾ മാം എങ്ങനെയാണ് ഒരു ഫേസ് കാണുമ്പോൾ ഈ പ്രൊസീജിയർ ഞാൻ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്, ഇവരുടെ ഫേസ് ഞാൻ ഇങ്ങനെയാണ് ഒന്ന് ചെയ്യേണ്ടതെന്ന് എങ്ങനെയാണ് ഈ തീരുമാനിക്കുന്നത്? ഓരോ ആൾക്കാരുടെ ആ ഫീച്ചേഴ്സ് ആർ ഡിഫറെൻറ്റ്. വാട്ട് യു സെഡ് ഇസ് റൈറ്റ്. ആൻഡ് ഓരോ ആൾക്കാരുടെ നീഡ്സ് ആൻഡ് റിക്വയർമെൻറ്റ്സ് ആർ ഓൾസോ ഡിഫറെൻറ്റ്. അപ്പം പേഷ്യൻറ്റ് എ ആയിരിക്കില്ല പേഷ്യൻറ്റ് ബി സെയിം നീഡ്സ് ആയിരിക്കില്ല അവർ വരുന്നത്. സോ അവർ ആരെങ്കിലും പേഷ്യൻ്റ് എൻ്റെ മുന്നേ വരുവാണെങ്കിൽ ഇൻസ്റ്റെഡ് ഓഫ് ടെല്ലിങ് ദം ഇതാണ് മൈ പ്ലാൻ ഫോർ യു ദിസ് 1 2 3 അങ്ങനെ ആയിരിക്കില്ല. ഐ വിൽ ആസ്ക് ദം വാട്ട് ഈസ് യുവർ പ്രോബ്ലം, വാട്ട് ഈസ് യുവർ കൺസേൺ. അപ്പോൾ അവർക്ക് എന്തെങ്കിലും കൺസേൺ ഉണ്ടെങ്കിൽ മാത്രം ആ കൺസേൺസാണ് ഞങ്ങൾ ആദ്യമായിട്ട് അത് ഫേസ് ചെയ്യുന്നത്, അത് ഡീൽ ചെയ്യാൻ പോകുന്നത് ആൻഡ് ഗിവ് ദം സൊല്യൂഷൻസ് ഫോർ ദാറ്റ്. പിന്നെ ഇഫ് ദേ ആസ്ക് ഡോക്ടർ വാട്ട് ഡു യു തിങ്ക്, യുനോ, ആ സമയത്ത് ഞങ്ങളുടെ സൈഡിൽ നിന്ന് ഒരു ഇൻപുട്ട് ഉണ്ടാകും. ലൈക്ക് ഇതും ചെയ്താൽ പ്രോബബ്ലി ഇറ്റ് വിൽ ലുക്ക് ബെറ്റർ, but it is not a must. It's nothing, you don't push a patient for procedures or push them for surgery. At the end of the day, it is the patient should feel good by themselves. I believe very heartfully in that pushing a patient to do inna karyam does not work, you know. They should feel good about themselves. സോ അവർ പറയണം ഇത്. അപ്പം അവർക്ക് ആ ഒരു ഫീച്ചർ അത് തോന്നൂല്ലെങ്കിൽ വി ആർ ആഡിങ് വൺ മോർ ഇൻസെക്യൂരിറ്റി. കാരണം ഞങ്ങൾ കുറേ പഠിച്ചിട്ടുണ്ട് ആ ഒരു ഫേസ്, ഒരു ഐഡിയൽ ഫേസിൻ്റെ പ്രൊപ്പോർഷൻസ്. ഇത് ഞാൻ ഒരാളുടെ അടുത്ത് പറഞ്ഞ നിങ്ങളുടെ ഇത് ഇങ്ങനെ അല്ലെങ്കിൽ അവർക്കത് ആ ഒരു ഒരു ചിന്തയേ ഉണ്ടാവില്ലായിരിക്കും. പക്ഷെ വേറൊരാളത് പറയുമ്പോൾ ദാറ്റ് ബിക്കംസ് എൻ insecurity for them and they'll be fixated on that. So whatever they want we do for them, പിന്നെ go from. ഓക്കെ. അതുപോലെ ചില മനുഷ്യരുണ്ടാവില്ല മാം, എനിക്ക് ഈ സിനിമ നടിയെ പോലുള്ള ഫേസ് വേണം, അല്ലെങ്കിൽ എൻ്റെ ചിരി ഇതുപോലെ ആക്കിത്തരാൻ പറ്റുമോ, അല്ലെങ്കിൽ എൻ്റെ ലിപ്സ് ഒന്ന് പ്രിയങ്ക ചോപ്ര പോലെ ആക്കിത്തരാൻ പറ്റുമോ എന്നൊക്കെ പറഞ്ഞിട്ട് അത്തരം അൺറിയലിസ്റ്റിക് എക്സ്പെക്റ്റേഷൻസുമായി വരുന്ന മനുഷ്യരുണ്ടോ? അവരെങ്ങനെയാണ് ശരിക്കും ഡീൽ ചെയ്യാറുള്ളത്? ധാരാളം ഉണ്ട്. അൺറിയലിസ്റ്റിക് ഈ എക്സ്പെക്റ്റേഷൻസ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് എ വെരി ഡിഫിക്കൽട്ട് തിങ് ടു ഹാൻഡിൽ ആക്ച്വലി. So we have to be very straightforward to our patients. അവരുടെ അടുത്ത് പറയണം, യുനോ, യു ആർ യു ആൻഡ് ദേ ആർ ദം. ഓരോ ലിപ്പ് തന്നെ സെയിം ആയിരിക്കണമെന്നില്ല, ഓരോ ഐ സെയിം ആയിരിക്കില്ല, ഓരോ ഫേസിൻ്റെ ഷേപ്പ് തന്നെ സെയിം ആയിരിക്കാൻ പറ്റില്ല. സോ ഇഫ് യു കം വിത്ത് എ ഫോട്ടോ സെയിങ് എനിക്ക് ഇവരെ പോലെ തന്നെ ആയിരിക്കും, ദാറ്റ് പ്രോബബ്ലി, യുനോ, വി കാൺ പ്രോമിസ് യു ദാറ്റ്. വാട്ട് ലുക്സ് ബെസ്റ്റ് ഫോർ യു ഇൻ ദ മോസ്റ്റ് നാച്ചുറൽ വേ അത് നമുക്ക് ശ്രമിക്കാം. പക്ഷേ ഇഫ് ദ പേഷ്യൻറ്റ് ഇസ് വെരി ആഡമൻറ്റ് സ്റ്റിൽ ഇല്ല എനിക്കിത് തന്നെ വേണം, ദെൻ വി ആഫ്റ്റർ കുറച്ചൊരു കൗൺസിലിംഗ് ചെയ്തിട്ട് ഇത് മുന്നോട്ട് ശരിയാവില്ല എന്ന് വിചാരിക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് ഓൾവേസ് ബെറ്റർ ടു നോട്ട് ഗോ അഹെഡ് വിത്ത് ദ പ്രൊസീജിയർ ആൻഡ് സർജറി ആൻഡ് ട്രൈ ടു എക്സ്പ്ലെയിൻ ടു ദം ഞങ്ങൾ എന്ത് ചെയ്താലും യു വോണ്ട് ബി ഹാപ്പി. ചിലവർക്ക് അതുണ്ട്. ഇറ്റ്സ് കോൾഡ് എ ബോഡി ഡിസ്മോർഫിസം എന്ന് പറയുന്ന ഒരു ഡിസോർഡറാണ്. അവർക്ക് വാട്ട് എവർ ദേ ഡു ദേ ആർ നോട്ട് ഹാപ്പി വിത്ത് ദിയർ ബോഡി. സോ ഞങ്ങൾ എത്ര ചെയ്താലും, എത്ര പ്രൊസീജിയേഴ്സ് അല്ലെങ്കിൽ എത്ര സർജറീസ് ചെയ്താലും, ആൻഡ് ഈവൻ ഇഫ് ദേ ഹാവ് നോ അതർ പ്രോബ്ലം, അവരുടെ മനസ്സിൽ ഇറ്റ്സ് നോട്ട്, യുനോ, ഗുഡ് ഇനഫ്. സോ ദർ ഇസ് നോ പോയിൻറ്റ് ഇൻ ഡൂയിങ് ഇറ്റ് ഫോർ ദം ഇൻ ദാറ്റ് കേസ്.
ഓക്കെ. അതുപോലെ തന്നെയാണ് നമ്മൾ ഈ ലിപ്സിൻ്റെ കാര്യം പറഞ്ഞതുകൊണ്ടാണ് ഈ ലിപ് ഫില്ലിങ് പ്രൊസീജിയേഴ്സിനെ പറ്റി കേട്ടിട്ടുണ്ട്. ശരിക്കും എങ്ങനെയാണ് നമ്മുടെ ലിപ്സിനെ നമുക്ക് മാറ്റാൻ പറ്റുക? അതിൻ്റെ ഒരു രീതി എങ്ങനെയാണ്? ലിപ് ഫില്ലിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പം ഫില്ലേഴ്സ് തന്നെയുണ്ട്. ദാറ്റ് ഈസ് യുവർ ഫില്ലേഴ്സ് എന്ന് പറയുമ്പോൾ ഒരു 6 to 9 months ലാസ്റ്റ് ചെയ്യുന്ന സാധനം. അല്ലാതെ നമുക്ക് ഫാറ്റ് ഗ്രാഫ്റ്റിംഗ്, സ്വന്തം കൊഴുപ്പെടുത്തിട്ട് നമുക്ക് അതിനെ പ്രോസസ്സ് ചെയ്തിട്ട് അതിനെയും നമുക്ക് ഫില്ല് ചെയ്ത്. എങ്ങനെയുള്ള ആൾക്കാരാണ് വരുന്നത്? വളരെ തിന്നായിട്ടുള്ള ലിപ്സ് ഉള്ള ആൾക്കാരാണോ? അവരുടെ ഒരു ആവശ്യം എന്തായിരിക്കും ശരിക്കും വരുമ്പോൾ? അതും വേറെ വേറെ നീഡ്സ് ആയിരിക്കും. ചിലവർ ലൈക്ക് യു സെറ്റ് തിന്നായിരിക്കും, ചിലവർക്ക് ഈ ഒരു ക്യൂപ്പിഡ്സ് ബോ ഉണ്ടല്ലോ, ഒരു അത് കുറച്ചും കൂടെ ഷാർപ്പായിട്ടിരിക്കണം എന്നുണ്ട്. ചിലവർക്ക് ഈ ഒരു ഏരിയ ഉണ്ടല്ലോ അത് കുറച്ചും കൂടെ പ്രൊനൗൺസ്ഡ് ആയിട്ടിരിക്കണം. പിന്നെ ലിപ്പും ചിന്നും അത് രണ്ടും ഒരു എൻറ്റിറ്റി ആയിട്ട് കരുതുമ്പോൾ ചിലവർക്ക് ലിപ്സ് നല്ല വലിയ ലിപ്സ് ആണെങ്കിൽ അത് അവർക്ക് കുറയ്ക്കുകയും വേണം. അത് ഫില്ലേഴ്സ് ആയിരിക്കില്ല, അത് സർജിക്കൽ പ്രൊസീജിയർ വെച്ച് നമുക്ക് ചെറുതാക്കാൻ പറ്റുന്ന ഒരു ഇതാണ്. ചെറിയ ലിപ്സ് ആണെങ്കിൽ വലിയതാക്കുന്നത് ഫില്ലേഴ്സ് വെച്ചിട്ടായിരിക്കും. പിന്നെ ഞാൻ പറഞ്ഞ പോലെ നേരത്തെ ചിന്നിൻ്റെ ഇത് ഒരു എൻറ്റിറ്റി ആയിട്ട് നോക്കുമ്പോൾ അത് ഞങ്ങൾക്ക് ഫില്ലേഴ്സ് അവിടെയും ഇടാം, അല്ലെങ്കിൽ ഫാറ്റ് ഗ്രാഫ്റ്റിംഗ് അവിടെയും ചെയ്യാം. പിന്നെ റിയലി നീഡ്ഫുൾ ആണെങ്കിൽ വി ക്യാൻ പുട്ട് ഇൻ എ ചിൻ ഇംപ്ലാന്റ് ഓൾസോ. മാം, അതുപോലെ ഈ ചിന്നിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ കുറേ കേൾക്കുന്നുണ്ട്, നിങ്ങളുടെ ചിൻ ലൈൻ ഡിഫൈൻഡ് ആയിരുന്നാൽ നിങ്ങളുടെ ഒരു ഫേസ് കോണ്ടോറിങ് ഭയങ്കര ഭംഗിയായിരിക്കുമെന്നും ഈ സെലിബ്രിറ്റീസൊക്കെ ചിൻ ലൈൻ ഡിഫൈൻ ചെയ്യുന്ന സർജറീസൊക്കെ ചെയ്യാറുണ്ട് എന്നൊക്കെ. ശരിക്കും എത്ര ഇമ്പോർട്ടൻ്റ് ആണ് ഒരു ചിൻ ലൈൻ ഫേസിൻ്റെ ഒരു ഷേപ്പും തമ്മിൽ? ഈ ചിന്നും മാൻഡിബിൾ എന്ന് പറയുമ്പോൾ ഈ ജോ ബോൺ, ഈ ആംഗിൾ ഓഫ് മാൻഡിബിൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇറ്റ് ഗിവ്സ് യു ഒരു ചിസൽഡ് ലുക്ക്. നമ്മുടെ ഹൃതിക് റോഷൻ്റെ അങ്ങനത്തെ ആ ഒരു നല്ലൊരു കോൺഫിഡൻസ് ബൂസ്റ്ററാണ് ഫോർ പീപ്പിൾ ടു ബി പ്രസൻറ്റ് ദംസെൽവ്സ്. അപ്പം ചിലവർക്കാണെങ്കിൽ ഈ ചിൻ കുറച്ച് ഉള്ളിലായിരിക്കും. അപ്പം അത് കുറച്ചൊരു നോർമൽ ചിന്നാകുമ്പോഴത്തേക്ക് സൈഡ് വ്യൂ പ്രൊഫൈൽ എടുക്കുമ്പോഴത്തേക്ക് കുറച്ച് തള്ളിയിരിക്കണം എന്നാണ് ഭംഗി എന്ന് പറയുന്നത്. അപ്പോൾ ഉള്ളിലുള്ള ചിന്നാണെങ്കിൽ ഇറ്റ് ഈസ് ഓൾവേസ് ബെറ്റർ ടു ഗോ ഫോർ പ്രൊസീജിയേഴ്സ് ലൈക്ക് ചിൻ ഫില്ലർ, അല്ലെങ്കിൽ ഫാറ്റ് ഗ്രാഫ്റ്റിംഗ്, അല്ലെങ്കിൽ ഈവൻ ദ സർജിക്കൽ പ്രൊസീജിയർ ഓഫ് സിലിക്കൺ ചിൻ ഇംപ്ലാന്റ്സ് ചെയ്യാൻ പറ്റും. ഓക്കെ. അതുപോലെ തന്നെയാണ് ഈവൻ പ്ലാസ്റ്റിക് സർജനാണ്. അപ്പോൾ ഈ ഒരു എസ്തറ്റിക്സിൻ്റെ നമ്പേഴ്സൊക്കെ പഠിക്കുന്നുണ്ടാവുമല്ലോ. എന്നോടൊക്കെ പണ്ട് എല്ലാവരും പറയുന്നുണ്ടോ, വലിയ ഫോർഹെഡ് ഉണ്ട്, നോസ് നല്ല പ്രൊമിനൻ്റ് ആണ്, അയ്യോ ഇവിടെ മാത്രം എന്തോ ഒരു പ്രശ്നം പറ്റിയല്ലോ എന്നൊക്കെ, അത്തരം കാര്യങ്ങൾ. അപ്പോൾ എങ്ങനെയാണ് ഒരു ഫേസ് കോണ്ടോറിങ് അല്ലെങ്കിൽ ഒരു ഫേസ് ഡിഫൈൻ ചെയ്യുന്ന ചില ഘടകങ്ങൾ, അതെന്താണെന്ന് പറയും? ഒരു ഫേസ് നോക്കുമ്പോൾ വി ഡിവൈഡഡ് ഇൻ ടു 3 പാർട്സ് ലൈക്ക് യു സെഡ്, ഫോർഹെഡ്, നോസ്, പിന്നെ താഴെ നോസിൻ്റെ താഴെ. അപ്പോൾ അത് ഈക്വൽ ആയിരിക്കണം എന്നാണ് അതിൻ്റെ ഒരു ആക്സെപ്റ്റഡ് എസ്തെറ്റിക് ഫേസ് എന്ന് പറയുന്നത്. ആൻഡ് ഡിഫറെൻറ്റ് പീപ്പിൾ ആർ ഡിഫറെൻറ്റ്. ചിലവർക്ക് വലിയൊരു ഫോർഹെഡ് ഉണ്ടായിരിക്കും, ചിലവർക്ക് വലിയൊരു മൂക്കുണ്ടായിരിക്കും, അല്ലെങ്കിൽ ചെറിയ മൂക്കായിരിക്കും, ചിലവർക്ക് നല്ല പ്രോമിനൻറ്റ് ജോ ആയിരിക്കും, അല്ലെങ്കിൽ ചെറിയ. സോ ഈച്ച് പേഴ്സൺ വിൽ ഹാവ് ദിയർ ഓൺ ആ ഒരു ഇത്. സോ ഒരു വലിയൊരു ഫോർഹെഡ് ഫോർ എക്സാമ്പിൾ വരുവാണെങ്കിൽ വാട്ട് വി ക്യാൻ ഡു ഇസ് ഫോർഹെഡ് കുറയ്ക്കാനായിട്ട് ഈ ഹെയർ ലൈൻ ഉണ്ടല്ലോ അത് ഞങ്ങൾക്ക് ഫ്രണ്ടിലോട്ട് കൊണ്ടുവരാൻ പറ്റും സർജിക്കൽ മെത്തേഡ്. അപ്പോൾ ഈ ഒരു ബ്രോഡ് ഫോർഹെഡ് കുറച്ചും കൂടെ ചുരുങ്ങും. ഈ ഫുൾ ലൈനിൽ നമ്മളൊരു ഇൻസിഷൻ ഇട്ടിട്ട് ഫ്രണ്ടിലോട്ട് അത് എടുത്ത്, അല്ലെങ്കിൽ ആ ഒരു ചെറിയൊരു സ്ട്രിപ്പ് ഓഫ് സ്കിൻ കട്ട് ചെയ്തിട്ടായിരിക്കും പുൾ ബാക്ക് ആൻഡ് സ്റ്റിച്ച് ഇട്ട്. അപ്പോൾ ആ സ്റ്റിച്ചിൻ്റെ മാർക്ക് ഒന്നും അറിയില്ല, കാരണം ഹെയറിൻ്റെ ഉള്ളിലായിരിക്കും. അപ്പം ഫോർഹെഡ് അങ്ങനെ വി ഹാവ് കവേർഡ്. മിഡ് ഫേസ് ആകുമ്പോഴത്തേക്ക് നോസാണ് കുറച്ചും കൂടെ പ്രോമിനൻ്റ് ആയിട്ട് കാണാൻ പറ്റുന്ന ഫീച്ചർ. അപ്പം ചിലവർക്ക് നല്ല ബൾബസ് നോസ് എന്ന് പറയുമ്പോൾ ടിപ്പ് റൗണ്ട് ആയിരിക്കും, അപ്പം ദേ വോണ്ട് ഇറ്റ് ഷാർപ്പ്, വി ക്യാൻ മേക്ക് ഇറ്റ് സ്മോളർ ആൻഡ് ഷാർപ്പർ. ചിലവരുടെ ഈ നോസ്ട്രിൽസ് നല്ല ഫ്ലേഡ് ആയിരിക്കും, അപ്പോൾ അതിനെ ചെറുതാക്കാം. ഈ സൈഡ് വ്യൂ നോക്കുമ്പോഴത്തേക്ക് സ്ട്രെയിറ്റ് ആയിരിക്കില്ല, നല്ല ഒരു ഹംപ്ഡായിരിക്കും, അപ്പോൾ അതിനെ സ്ട്രെയിറ്റ് ആക്കാം. അപ്പോൾ അതൊക്കെ ചെയ്യാൻ പറ്റും. ചിലവരുടെ ഡ്രൂപ്പിംഗ് നോസ് ടിപ്സ് ആയിരിക്കും, താഴോട്ട്, അപ്പോൾ അതിനെ കുറച്ച് ലിഫ്റ്റ് ചെയ്ത് മേളിലോട്ട് നല്ല ഭംഗിക്കായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അത് മിഡ് ഫേസ്. അല്ലെങ്കിൽ ഈ ചീക്സ് ആണെങ്കിൽ, കുഴിയാണെങ്കിൽ വി ക്യാൻ പുട്ട് ഇൻ ഫില്ലേഴ്സ് ഓർ
ഫാറ്റ് തന്നെ സ്വന്തം ബോഡിയിലുള്ള ഫാറ്റ് ഗ്രാഫ്റ്റിംഗ് ചെയ്തിട്ട് വി ക്യാൻ മേക്ക് ഇറ്റ് ബെറ്റർ. പിന്നെ വേറെ ചെയ്യാൻ പറ്റുന്നത് ലിപ്സും ചിന്ന് ലൈക്ക് ദ ലോവർ ഹാഫ് വരുമ്പോഴത്തേക്ക് ചിൻ ഇംപ്ലാന്റ്സ് ആൻഡ് അഗൈൻ ഫാറ്റ് ഗ്രാഫ്റ്റിംഗ് ആൻഡ് ഓൾ. അപ്പം ഓരോ ഭാഗം വെച്ച് നോക്കുമ്പോഴത്തേക്ക് വിൽ ബി ഏബിൾ ടു വേർ എക്സാക്ട്ലി ദ പേഷ്യൻ്റ് നീഡ്സ് അത് നോക്കിയിട്ട് ഇൻഡിവിജ്വലൈസ്ഡ് ആണ്. എല്ലാവരും ഒരുപോലെ വൺ ഫിറ്റ്സ് ഫോർ ഓൾ എന്നല്ല, ഫോർ എവറിത്തിങ് ഈസ് ഇൻഡിവിജ്വലൈസ്ഡ്. മാം ഇതൊക്കെ പറയുമ്പോഴേ നമ്മൾ ചില വീഡിയോസൊക്കെ കാണാറുണ്ട് ഇത്തരം പ്രൊസീജിയേഴ്സ് ചെയ്തിട്ട് അൺഈവനായി പോയത്, അസിമെട്രിക്കലായി പോയതൊക്കെ. അപ്പോൾ ഒരു ക്വാളിഫൈഡ് പ്ലാസ്റ്റിക് സർജനോട് ഞാൻ ചോദിക്കുകയാണ്, എന്തായിരിക്കും അത്തരം പ്രശ്നങ്ങളൊന്നും വരാതെ, ഇതൊരു ഫേസിൻ്റെ കാര്യമാണല്ലോ, ഒരാൾ പ്രസൻറ്റ് ചെയ്യുന്ന കാര്യമാണല്ലോ, അതിൽ നമ്മൾ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കുന്ന കാര്യം, അതിൽ പുലർത്തുന്ന ഒരു സൂക്ഷ്മത അതെന്തായിരിക്കും ശരിക്കും? ബേസിക്കലി ഞങ്ങളുടെ നാട്ടുകാർക്ക് ഒരു പ്രശ്നമുണ്ട്. പ്രശ്നം എന്ന് പറഞ്ഞാൽ ദേ ഡു ഡോക്ടർ ഷോപ്പിംഗ്. ഡോക്ടർ ഷോപ്പിംഗ് എന്ന് പറയുന്ന ഒരു സാധനം എന്ന് പറഞ്ഞാൽ 4 സ്ഥലത്ത് പോകും. 4 സ്ഥലത്ത് പോയിട്ട് പ്രൈസ് ചോദിക്കും, റേറ്റ് ചോദിക്കും. ഏറ്റവും ചീപ്പസ്റ്റ് പ്ലേസിലോട്ടാണ് അവർ പോകുന്നത്. സോ ദേ ഡോണ്ട് റിയലൈസ് ഞങ്ങളൊരു വലിയൊരു സർജറി, ഒരു ഹാർട്ട് സർജറി, ഒരു ട്രാൻസ്പ്ലാന്റിന് നമ്മൾ ചീപ്പസ്റ്റ് സ്ഥലത്തിൽ പോവുമോ അതോ ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി ആണോ നോക്കാൻ പോകുന്നത്. പക്ഷേ ഇവിടെ ഐ ഡോണ്ട് നോ വൈ ഇറ്റ് ഈസ്. ഇതിപ്പം കുറേ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ് ആയതുകൊണ്ടാണോ, ദർ ആർ ലോട്ട്സ് ഓഫ് ക്വാക്സ് ഓൾസോ ടോക്കിംഗ്. എല്ലാ ദിവസവും ഇങ്ങനെ ഓരോ തവണ ഒരു ഫോൺ തുറക്കുമ്പോൾ തന്നെ കാണാൻ പറ്റും. Everybody has an opinion for aesthetics somehow. അപ്പോൾ they don't look at the qualifications. അവർ ഒരു ഡോക്ടറിൻ്റെ അടുത്ത് പോകുമ്പോഴത്തേക്ക് ചിലപ്പോൾ ആ ഇഞ്ചെക്റ്റ് ചെയ്യുന്ന ഡോക്ടർ അലോപ്പത്തിക് ഡോക്ടർ ആയിരിക്കില്ല, ക്വാളിഫൈഡ് MBBS ഡോക്ടർ ആയിരിക്കില്ല, ആൻഡ് ക്വാളിഫൈഡ് MBBS ആണെങ്കിലും ഹയർ ഡിഗ്രീസ് MBBS ആയിരിക്കും. സോ ആ ക്വാളിഫിക്കേഷൻസ് നോക്കിയില്ലെങ്കിൽ യു വിൽ ഹാവ് പ്രോബബ്ലി അൺഈവൻനെസ്. അതെല്ലാം പറഞ്ഞിട്ടും സംടൈംസ് if you're going to a qualified person ഉണ്ടാവില്ല എന്നല്ല, sometimes there can be asymmetries with even qualified doctors can have some asymmetry here and there. So അത് നമ്മൾ നല്ലതായിട്ട് പേഷ്യൻ്റെ അടുത്ത് കൗൺസിൽ ചെയ്തിട്ട് ഒരു ഒരു പ്രൊസീജിയർ കഴിഞ്ഞാൽ അത് കഴിഞ്ഞു എന്നല്ല, റിവ്യൂവിന് നമ്മൾ വിളിക്കും. കാരണം ഒരു പ്രൊസീജിയർ കഴിയുമ്പോൾ ഇമ്മീഡിയറ്റ്ലി ദർ വിൽ ബി എഡീമ, സ്വെല്ലിങ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് അസസ് ചെയ്യാൻ പറ്റില്ല അത് കറക്റ്റായിട്ടുണ്ടോ. അപ്പോൾ 2-3 ദിവസം കഴിഞ്ഞിട്ട് വിളിക്കുമ്പോഴത്തേക്ക് കുറച്ച് എഡീമയൊക്കെ സെറ്റിൽ ചെയ്തിട്ട് വീണ്ടും അസസ് ചെയ്യും. അവിടെ എന്തൊക്കെയാണ് ആവശ്യം, നമുക്ക് എന്തെങ്കിലും കൂടുതലും ചെയ്യണോ, അപ്പം വി വിൽ റെക്ടിഫൈ ദ എസിമെട്രീസ്. മാം അതുപോലെ തന്നെയാണ് ഈ പലർക്കും ഒരു ധാരണയുണ്ട് ഈ ചിരി എന്ന് പറയുന്നത് ശരിക്കും ഒരു ദന്തൽ ഏരിയ ആണെന്നുള്ളത്. അത് ശരിയാണോ? ഈ പ്ലാസ്റ്റിക് സർജന് നമ്മുടെ ചിരിയെ കുറച്ച് എൻഹാൻസ് ചെയ്യാൻ എന്തെങ്കിലും ചെയ്യാനുണ്ടോ? ചിരി എന്ന് പറയുമ്പോഴത്തേക്ക് ഇറ്റ് ഈസ് സംതിങ് ദാറ്റ് ഷോസ് യുവർ ഇന്നർ സെൽഫ്, ഒരു എക്സ്പ്രസീവ് ഫീച്ചർ ഓഫ് യുവർ ഫേസ് ആണ്. അപ്പം മെനി പീപ്പിൾ കം, അവരുടെ ലിപ്സിൻ്റെ സൈസ്, ഷേപ്പ് അതൊക്കെ മാറ്റണം ഉള്ള ഒരു ഇത്. അല്ലെങ്കിൽ തീത്താണെങ്കിൽ ഇറ്റ് ഇസ് നോട്ട് അസ്, വി ഹവ് ഗോട്ട് ദ ഡെൻറ്റൽ കൊളീഗ്സ് ഓൾസോ ഹു ഡു ഇറ്റ്. പിന്നെ ചിലവർ വരുമ്പോൾ ചിരിക്കുമ്പോൾ ഡിംപിൾ വേണം എന്ന് പറയും. അത് കാണുമ്പോഴേക്ക് നല്ലൊരു ഭംഗിയാണ്. അല്ലെങ്കിൽ മോഡൽസ്, കൂടുതലും വരുന്നത് മോഡൽസ് അല്ലെങ്കിൽ സെലിബ്രിറ്റീസ് വന്നിട്ട് എനിക്കൊരു ഡിംപിൾ ഉണ്ടാക്കി തരാൻ പറ്റും. ആൻഡ് ദാറ്റ്സ് എ വെരി ഈസി പ്രൊസീജിയർ. ഒരു സർജറി തന്നെയാണ്, അണ്ടർ ലോക്കൽ അനസ്തീഷ്യ. ഒരു 15 to 20 മിനിറ്റ്സിൻ്റെ കാര്യമേ ഉള്ളൂ. ആൻഡ് ഒരു സൈഡിന് വേണമെങ്കിൽ ചെയ്യാം, 2 സൈഡ് വേണമെങ്കിൽ ഡിംപിൾ ഉണ്ടാക്കാം. അതൊരു വീക്ക്നെസ് ഓഫ് എ മസിലാണ്, ഫേഷ്യൽ മസിൽ. അപ്പം ചെറിയൊരു വീക്ക്നെസ് ഉണ്ടാകുമ്പോഴത്തേക്ക് അവിടെ ഒരു കുഴി ഉണ്ടാകുന്നതാണ്. അപ്പോൾ വാട്ട് വി ഡു ഇസ് വി പാസിൻ ഒരു സൂച്ചർ പാസ് ചെയ്തിട്ട് അതിങ്ങനെ എടുത്ത് ആ സ്കിന്നിൻ്റെ അടിയിൽ ഫിക്സ് ചെയ്യും. അപ്പോൾ വി ആർ ക്രിയേറ്റിംഗ് ഒരു വീക്ക്നെസ്, ഒരു ഫൈബ്രോസിസ് പോലെ. അപ്പോൾ ആ ഒരു ഡിംപിൾ ഉണ്ടാവും. അത് ചിലരുടെ ഫേസിന് വലിയ മാറ്റം കൊടുക്കുന്നത് ഡെഫിനറ്റ്ലി ആ ഒരു നല്ലൊരു ക്യൂട്ട് ഫീച്ചറാണ്. ഈ പ്രതിഷ്ഠയുടെ ഒക്കെ ചിരി കണ്ടിട്ട് ആ കാലത്ത് പിന്നെ ഒരു വലിയ ട്രെൻഡിങ് ആയിരുന്നു. ഇപ്പോൾ ആൾക്കാരെ ചെയ്യുന്നുണ്ട്. മാമിൻ്റെ അടുത്ത് വരാറുണ്ട്? ഡെഫിനറ്റ്ലി ദേ കമ്മിങ് ബിക്കോസ് ഓൾസോ ഇറ്റ്സ് എ സ്മോൾ പ്രൊസീജിയർ. അപ്പോൾ അവർക്ക് പേടിയില്ല. സോ അങ്ങനെ
പീപ്പിൾ കം ഫോർ ദാറ്റ്. പിന്നെ ചിലവർ ദേ കം വിത്ത് ഭയങ്കര പ്രോമിനൻറ്റ് ഗംസ്, അപ്പർ ടീത്ത് ഗംസ്, ഗമ്മി സ്മൈൽ എന്ന് പറയുന്നത്. അപ്പം അതിന് നമ്മൾ ബൊട്ടോക്സ് കൊടുക്കുമ്പോഴത്തേക്ക് ഗമ്മി സ്മൈൽസ് മോസ്റ്റ് ലൈക്ലി ഇറ്റ് ഇസ് ഡ്യൂ ടു ഒരു എക്സ്ട്രാ വർക്കിംഗ് ഓഫ് ഇവിടുത്തെ മസിൽസ് ആയിരിക്കും, അപ്പർ ലിപ്പിൻ്റെ മസിൽസ്. അപ്പോൾ അതിൽ കുറച്ച് ഒരു ബോട്ടിലും ടോക്സിൻ ഇടുമ്പോഴത്തേക്ക് ആ മസിൽസ് കുറച്ച് റിലാക്സ് ചെയ്യും. അപ്പം ഈ ലിപ്പ് വിൽ നോട്ട് ബി പുൾഡ് ടു മച്ച്. ഒരു 2 to 3 millimeters ഗംസ് കാണുമ്പോഴാണ് ഞങ്ങളത് ഗമ്മി സ്മൈൽ എന്ന് പറയുന്നത്. അപ്പം പീപ്പിൾ ആർ കോൺഷ്യസ്, ഞാൻ ചിരിക്കുമ്പോഴത്തേക്ക് ഗംസും കാണുന്നു ഡോക്ടർ എന്ന് പറയും. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ ബൊട്ടോക്സ് കൊടുക്കുമ്പോഴത്തേക്ക് ഇറ്റ് കംസ് ഡൗൺ. സോ ദാറ്റ് ഓൾസോ ഹെൽപ്സ് for them to have a better smile. നമ്മൾ ഇത്ര സമയം ഈ ഫേസ് കോണ്ടോറിങ്ങിനെ പറ്റിയൊക്കെ സംസാരിച്ചു. ഇനി എനിക്ക് ഒരു സ്ത്രീയുടെ ജീവിതത്തിൽ പല യാത്രകളുണ്ടല്ലോ. അതിലൊന്നിപ്പോൾ നമ്മളൊരു പ്രഗ്നൻസി ടൈം കഴിയുന്നു, അല്ലെങ്കിൽ ഒരു ഡെലിവറി കഴിയുന്നു. അപ്പോൾ പ്രധാനമായിട്ടും ഒരു സ്ത്രീ ശരീരത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ അത് എന്തെന്നാണ് കണ്ടിട്ടുള്ളത്? ഒരു സ്ത്രീ ആഫ്റ്റർ ഹർ പ്രഗ്നൻസി അത് ഫിസിക്കൽ ചേഞ്ചസ് മാത്രമല്ല, ഇമോഷണൽ ആൻഡ് ഒരു സൈക്കോളജിക്കൽ ചേഞ്ചും ഉണ്ടാവുന്നതാണ്. ബിക്കോസ് ഷീ ഈസ് ലോഡഡ് വിത്ത് സോ മെനി തിങ്സ്. ഒരു ന്യൂ ബോൺ ഉണ്ട്, ആൻഡ് ഷീ ഈസ് ചേഞ്ച് സോ മച്ച് ദാറ്റ് ഷീ പ്രോബബ്ലി കാണ്ട് ഐഡൻറ്റിഫൈ ഹെർ സെൽഫ്. ആ ഒരു ഫീലിംഗ് ഉണ്ടാവും. പിന്നെ നമ്മുടെ നാട്ടുകാരാണല്ലോ, ദേ ആർ നോട്ട് കൈൻഡ് അറ്റ് ഓൾ. സംഹൗ സൊസൈറ്റി ഈസ് നോട്ട് കൈൻഡ് ടു വിമൻ. ആദ്യത്തെ അയ്യോ നല്ല തടിച്ചല്ലോ, അയ്യോ എന്തു പറ്റി, അങ്ങനത്തെ കോമൻസും കേൾക്കുമ്പോൾ ഓൾറെഡി ഷീ ഈസ് ഗോയിങ് ത്രൂ എ ലോട്ട്. അവരുടെ ബോഡി ഈസ് നോട്ട് ദ സെയിം ഹൗ ഇറ്റ് യൂസ് ടു ബി. അവരുടെ മൊബിലിറ്റി മേ നോട്ട് ബി ദ സെയിം. രാത്രിയിൽ ഉറക്കം കിട്ടൂലായിരിക്കും, കുഞ്ഞിനെ നോക്കി പാല് കൊടുക്കുന്നു. സോ ദർ ആർ ഡിഫറെൻറ്റ് തിങ്സ് ഗോയിങ് ഇൻ ഹർ. അപ്പം ഫിസിക്കലായിട്ട് നോക്കുവാണ്, ദോസ് ആർ ദ മെൻറ്റൽ നീഡ്സ് ആൻഡ് ഷീ നീഡ്സ്. ഇനി മെൻറ്റൽ ആസ് എൻ ദ ഇമോഷണൽ ഫാക്ടേഴ്സ്. ഇനി ഇഫ് യു ലുക്കിംഗ് അറ്റ് ദ ഫിസിക്കൽ ഫേസിൽ വ്യത്യാസങ്ങൾ വരാം, പക്ഷേ കൂടുതലും ലോവർ ബോഡി ആണ് വരുന്നത്. ആസ് എൻ ബ്രസ്റ്റ് വിൽ ബി സാഗിങ്. പിന്നെ ദ ക്യാൻ ബി എന്താണ് ഒരു നല്ല ഹെവിനെസ് ഉണ്ടാവാം ചില ഫീമെയിൽസിന്. അവരുടെ ഷേപ്പ് ഓഫ് ദ ബ്രസ്റ്റ് വിൽ ബി ചേഞ്ച്ഡ്. ബോഡി ഒരു അബ്ഡമൻ വയറിൻ്റെ ആ ഭാഗത്താണെങ്കിൽ കൂടുതലും സാഗിനെസ് ഉണ്ടാവാം. ഒരു എന്താണ് എക്സ്ട്രാ ഫാറ്റ് ഡെപ്പോസിറ്റ് ഉണ്ടാവാം. ആ ഒരു വേസ്റ്റ് ആൻഡ് ഹിപ്സിന് ഒരു നല്ലൊരു എന്താണ് ഒരു ഷേപ്പ് ഉണ്ടാവില്ല. തൈസ് വലുതായിരിക്കും. ആംസ് ഭയങ്കര സാഗിയും ലൂസായിരിക്കാം. സോ ദർ ആർ ഡിഫറെൻറ്റ് ചേഞ്ചസ് ദാറ്റ് ഹാപ്പൻസ് ഫോർ എ പോസ്റ്റ്പാർട്ടം വുമൺ. ഓക്കെ മാം, അതുപോലെ തന്നെയാണ് ഇപ്പം നമ്മൾ ഈ കുഞ്ഞിന് ഫീഡ് ചെയ്യുന്ന സമയം കഴിയുമ്പോൾ ബ്രസ്റ്റ് വല്ലാതെ സാഗ് ചെയ്ത് പോകുന്നൊരു അവസ്ഥയുണ്ട്. അതിന് ശരിക്കും നമ്മുടെ ഒരു പ്ലാസ്റ്റിക് സർജറി അല്ലെങ്കിൽ സർജിക്കൽ പ്രൊസീജിയേഴ്സ് അവൈലബിൾ ആണോ ഇതൊന്ന് അഡ്രസ്സ് ചെയ്യാൻ? മോസ്റ്റ് ഡെഫിനറ്റ്ലി. അത് ലൈക്ക് ഫോർ എ ബ്രസ്റ്റ് കേസാണെങ്കിലും അത് ഒരു സാഗിങ് മാത്രമായിരിക്കില്ല. ഡിഫറെൻറ്റ് വിമൻ കം വിത്ത് ഡിഫറെൻറ്റ് നീഡ്സ്. അപ്പം ചിലവർ വരുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് ദിയർ ബ്രസ്റ്റ് വർ റാദർ സ്മോൾ. പണ്ടേ സ്മോളായിരുന്നു, ഇപ്പം ഫീഡിങ് കഴിഞ്ഞിട്ട് അതിൻ്റെ ഷേപ്പ് മാറിയിട്ടുണ്ട്. അത് കുറച്ചും കൂടെ ഒരു ഫ്ലാറ്റർ ആയ പോലെ തോന്നുന്നുണ്ട്. അവർക്കാണെങ്കിൽ വിൽ ബി ഏബിൾ ടു ഡു ഒരു ഓഗ്മെൻറ്റേഷൻ. ബോഡീൻ്റെ ഫാറ്റ് തന്നെ, വയറിൽ നിന്നുള്ള ഫാറ്റ് എടുത്ത് നമുക്ക് ഗ്രാഫ്റ്റ് ചെയ്യാൻ പറ്റും. അതിന് കുറച്ചും കൂടെ വി ക്യാൻ ഓഗ്മെൻറ്റ് ദ ബ്രസ്റ്റ് ഷേപ്പ്. അല്ലെങ്കിൽ സിലിക്കൺ ഇംപ്ലാൻസ് ഉള്ളിലിട്ടിട്ട് കുറച്ചും കൂടെ വലിയ സൈസ് ആക്കാൻ പറ്റും. പിന്നെ ചിലവർ വരുന്നത് സൈസിന് കുഴപ്പമില്ല, നോർമൽ സൈസാണ്, പക്ഷെ ഒരു സാഗിങ്, അത് അവർക്ക് ദേ ആർ നോട്ട് വെരി കംഫർട്ടബിൾ വിത്ത് ഇറ്റ്. ഉടുപ്പിടുമ്പോഴത്തേക്ക് ഇറ്റ് ഡസൻറ്റ് ലുക്ക് നൈസ് എന്നുള്ള രീതിയിൽ ദേ ആർ നോട്ട് കോൺഫിഡൻറ്റ് ടു ഫേസ് ടു ഗോ ഔട്ട്സൈഡ് ഫോർ ഫങ്ഷൻസ് ആൻഡ് ഇവൻറ്റ്സ്. അപ്പോൾ അവർക്ക് ഒരു ബ്രസ്റ്റ് ലിഫ്റ്റ് മതി. അവർക്ക് ഓഗ്മെൻറ്റേഷനായിട്ട് ഒരു അങ്ങനെ സിലിക്കണോ അങ്ങനെ ആവശ്യമില്ല. ജസ്റ്റ് ടു അറേഞ്ച് ടിഷ്യൂസ് ഇൻ എ നാച്ചുറൽ വേ. അപ്പോൾ അവർ കാണുമ്പോൾ തന്നെ ആ ഒരു ഡ്രൂപ്പീനെസ്, ആ ഒരു സാഗി ഉണ്ടാവില്ല. ഇറ്റ് വിൽ ബി എ ലിഫ്റ്റഡ് ബ്രസ്റ്റ്.
പിന്നെ ചിലവരുണ്ടാവും പോസ്റ്റ്മോർട്ടത്തിൽ ഓൾറെഡി ദേ വുഡ് ഹാവ് ഹെവി ബ്രസ്റ്റ്. അപ്പം പ്രഗ്നൻസി കഴിയുമ്പോഴത്തേക്കും ഈ ഒരു ഫീഡിങ് നഴ്സിംഗ് ടൈം പീരിയഡ് കഴിയുമ്പോൾ ബ്രസ്റ്റ് സാഗും ചെയ്യുന്നു, പോരാതെ അവരുടെ ഹെവി ബ്രസ്റ്റ് കുറച്ചും കൂടെ വലിയതായി. അവർക്കാണെങ്കിൽ ഞങ്ങൾക്ക് വാട്ട് ഇസ് ഇറ്റ് കോൾഡ് ബ്രസ്റ്റ് റിഡക്ഷൻ ചെയ്യാൻ പറ്റും. സോ സൈസ് തന്നെ റെഡ്യൂസ് ചെയ്ത് നല്ലൊരു amount of ടിഷ്യൂസ് നമുക്ക് മാറ്റിയെടുക്കാം. ഓക്കെ മാം, ഇത് എനിക്കൊരു പുതിയ അറിവായതുകൊണ്ട് കൂടി ചോദിക്കുകയാണ്. നമ്മൾ ഈ ഫ്ലാറ്റ് ചെസ്റ്റ് പല കുട്ടികൾക്കും, കുട്ടികൾ മീൻസ് ഒരു കൗമാരം കഴിഞ്ഞ് ഒരു ടീനേജൊക്കെ കഴിയുമ്പോൾ വല്ലാതെ അവരുടെ ഇൻസെക്യൂർ ആക്കുകയും അവരുടെ ഒരു കോൺഫിഡൻസിനെ ബാധിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ശരിക്കും ആഫ്റ്റർ പ്രഗ്നൻസി ഒന്നും അല്ലാണ്ട് തന്നെ നമ്മളൊരു യൗവനത്തിലേക്കൊക്കെ എത്തുമ്പോൾ നിങ്ങളെ ഫ്ലാറ്റ് ചെസ്റ്റ് എന്ന് പറയുന്ന സംഗതി ബുദ്ധിമുട്ടിക്കുന്നുണ്ടെങ്കിൽ അതിന് ട്രീറ്റ്മെൻറ്റ്സ് അവൈലബിൾ ആണ്. ഈ ട്രീറ്റ്മെൻറ്റ് അവിടെയും അവൈലബിൾ ആണ്? അതെ, ഡെഫിനറ്റ്ലി. ഞങ്ങൾക്ക് ഞാൻ പറഞ്ഞ പോലെ ഈ 2 ഫാറ്റ് ഗ്രാഫ്റ്റിങ്ങും ചെയ്യാം, സിലിക്കൺ ഇംപ്ലാന്റ്സും ചെയ്യാം. സോ ഓരോ പേഷ്യൻറ്റിൻ്റെ ബോഡി ടൈപ്പ് അനുസരിച്ചിട്ട് വിൽ ഗിവ് ദം ദ വാട്ട് ഇസ് ഇറ്റ് കോൾഡ് ദ ചോയ്സ്. ഇതുമുണ്ട് അതുമുണ്ട്. കാരണം ഫാറ്റ് ഗ്രാഫ്റ്റിംഗ് ചെയ്യുമ്പോഴത്തേക്ക് ചിലപ്പം കുറച്ച് കഴിയുമ്പോഴത്തേക്ക് കുറച്ച് ഫാറ്റ് ബോഡി തന്നെ അബ്സോർബ് ചെയ്യും. അപ്പം ആ ഒരു ഞങ്ങൾ എത്രയാണോ ശതമാനം അത്രയും ഉണ്ടാവില്ലായിരിക്കും കുറച്ച് കഴിഞ്ഞിട്ട്. നാച്ചുറൽ പ്രോസസ്സാണ്. സോ വി എക്സ്പ്ലെയിൻ ദാറ്റ് ടു ദ പേഷ്യൻറ്റ്. അപ്പോൾ ചിലപ്പോൾ അവർക്ക് വീണ്ടും ഒരു സിറ്റിങ്ങോ 2 സിറ്റിംഗ് കഴിഞ്ഞിട്ട് വീണ്ടും അത് ചെയ്യേണ്ടി വരും. അല്ല അത് അവർക്ക് അത്രയും കുറച്ചും കൂടെ നല്ല വോളിയം വേണ്ടി വരുവാണെങ്കിൽ ദെൻ ദേ ക്യാൻ ഗോ ഇൻ ഫോർ സിലിക്കൺ ഇംപ്ലാന്റ്സ്. ഓക്കെ മാം, ഈ സിലിക്കൺ ഇംപ്ലാന്റ്സോ അല്ലെങ്കിൽ ക്രാഫ്റ്റിങ്ങോ ചെയ്താലും നമ്മൾ പിന്നീടൊരു ഡെലിവറിയിലേക്ക് പോകുമ്പോൾ നമ്മൾ കുഞ്ഞിന് പാല് കൊടുക്കാൻ ഇതിനൊക്കെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുമോ, പിന്നീട് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവുമോ എന്നൊരാശങ്ക ഉണ്ടാവുമോ? അതിനെന്താണ് പറയുക? ഇതെല്ലാവരും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. പക്ഷേ പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം ഞങ്ങളുടെ നമ്മൾ പ്ലെയിൻ ഉണ്ടാവും. ഓരോ പ്ലെയിൻ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു ലെയർ ബോഡീൻ്റെ ഉള്ളിൽ. അപ്പോൾ ഈ ഇംപ്ലാന്റ് ഇടാനുള്ളത്, അപ്പോൾ ഈ ഇംപ്ലാന്റ് ഇടുന്ന ആ ഒരു ലെയർ എന്ന് പറയുന്നത് മാമറി ഡക്റ്റിൻ്റെ അടുത്തേ വരുന്നില്ല. അപ്പോൾ ആ ഒരു കണക്ഷനേ ഉണ്ടാകുന്നില്ല. അപ്പം ഒരു ഓഗ്മെൻറ്റ് ചെയ്യുന്ന ഒരു ലേഡിക്ക് ഷീസ് ഏബിൾ ടു ബ്രസ്റ്റ് ഫീഡ് ആൻഡ് നഴ്സ് ഹർ ബേബി വെൽ. ഒരു കുഴപ്പം ഉണ്ടാവില്ല. ഓക്കെ മാമി, അപ്പോൾ ഈ ഐബ്രോസിൻ്റെ കാര്യത്തിൽ എനിക്ക് എന്തെങ്കിലും ഒരു ഇൻസെക്യൂരിറ്റി ഉണ്ട്, ഇത് തിന്നാണെന്നോ അല്ലെങ്കിൽ ഷേപ്പ് ചെയ്തല്ല, ചിലപ്പോൾ ബ്യൂട്ടി പാർലറിൽ പോയി കുറേ നാൾ ത്രെഡ് ചെയ്ത് ആകെ രണ്ട് ഷേപ്പായിരിക്കുകയാണ്. ഇതിനൊക്കെ ശരിക്കും മാമിൻ്റെ കയ്യിലൊരു സൊല്യൂഷൻ ഉണ്ടോ? എന്താണ് അതിന്? ഞങ്ങൾക്ക് ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ പറ്റും ഫോർ തിൻ ഐബ്രോസ്. ചിലവർക്ക് ഐബ്രോസ് ചിലപ്പം സ്വാഭാവികം ദേ മൈറ്റ് ബി ഹാവിങ് എ തിൻ ഐബ്രോസ് ജന്മതന്നെ തന്നെ ദേ ഡോണ്ട് ഹാവ് പ്രോപ്പർ ഐബ്രോസ്. ചിലർക്ക് മെഡിക്കൽ കണ്ടീഷൻസ്, തൈറോയിഡ് പ്രോബ്ലംസോ അങ്ങനെ എന്തെങ്കിലും, അല്ലെങ്കിൽ ട്രോമ കാരണം ഐബ്രോസ് പോയിട്ടുണ്ടെങ്കിൽ, ബേൺസ് ചിലവർക്ക് ഐബ്രോസ് ഉണ്ടാവില്ല. ഇവർക്കൊക്കെ ഞങ്ങൾക്ക് സ്കാൽപ്പിൻ്റെ ഹെയറോ അല്ലെങ്കിൽ വേറെ ചെസ്റ്റോ ബിയർഡിൻ്റെ ഹെയർ വെച്ചിട്ട് വി ക്യാൻ ട്രാൻസ്പ്ലാന്റ് ഓവർ ദ ഐബ്രോസ് ഓൾസോ. പിന്നെ ബ്യൂട്ടി പാർലേഴ്സിൽ വേറെ കുറേ ഡിഫറെൻറ്റ് പ്രൊസീജിയേഴ്സ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പം മൈക്രോ ബ്ലേഡിങ്, അതിന് ഒരുപാട് പരസ്യങ്ങൾ കാണുന്നുണ്ട്, കുറേ പേര് ചെയ്യുന്നുണ്ട്. ദാറ്റ്സ് ക്വൈറ്റ് എ റീസണബിൾ നല്ലൊരു ഒരു റിസൾട്ട്സാണ് വരുന്നത്. പക്ഷെ അത് ഒരു ഫുൾ പെർമനൻറ്റ് സൊല്യൂഷൻ അല്ല. അൺലൈക്ക് യുവർ ഹെയർ ട്രാൻസ്പ്ലാന്റ് ഒരു 3 to 4 years പ്രോബബ്ലി നിൽക്കും. പിന്നെ വേറൊരു കാര്യമുണ്ട്, ടാറ്റുവിങ്, ഐബ്രോ ടാറ്റുവിങ് എന്ന് പറഞ്ഞിട്ട്. അത് ചെയ്യുമ്പോൾ വളരെ അൺനാച്ചുറൽ ലുക്ക് ഉണ്ടാവാം. മാത്രമല്ല ഇറ്റ് ഈസ് എ പെർമനൻറ്റ് തിങ്. അപ്പം കുറച്ച് വർഷങ്ങൾക്ക് ശേഷം കഴിയുമ്പോഴത്തേക്ക് ആ ഒരു ബ്ലാക്ക് ടാറ്റു പിഗ്മെൻ്റ് ഉണ്ടാവുമല്ലോ, അത് കുറച്ചും കൂടെ ഡീപ്പർ ലെയറിലായിരിക്കും അത് ഇൻസേർട്ട് ചെയ്യുന്നത് സ്കിന്നിൻ്റെ ഉള്ളിൽ. അപ്പോൾ അതിൻ്റെ കളർ ചേഞ്ച് ചെയ്ത് വന്നിട്ട് ബ്ലാക്ക് വിൽ ടേൺ ടു ബ്ലൂയിഷ് ഗ്രീൻ. അപ്പോൾ കാണാൻ തീരെ ഒരു ഭംഗി ഉണ്ടാവില്ല. പിന്നെ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ലൈക്ക് വെൻ യു ആർ ഏജിങ്, ഐബ്രോസ് വിൽ ബി പുൾ ഡൗൺ, ഗ്രാവിറ്റി കാരണം താഴെ വരും. അപ്പോൾ അതിന് ഞങ്ങൾക്ക് ലിഫ്റ്റിംഗ് ടെക്നീക്സ് ഒക്കെ ഉണ്ട്, ബ്രൗ ലിഫ്റ്റിൻ്റെ സർജറീസ് ഒക്കെ ഉണ്ട്. അല്ലെങ്കിൽ ഫില്ലേഴ്സൊക്കെ ചെയ്തിട്ട് അത് പൊക്കി വെക്കാൻ പറ്റും. ഫില്ലേഴ്സ് അല്ല, ബൊട്ടോക്സ് വെച്ചിട്ട് വി ക്യാൻ ലിഫ്റ്റ് യുവർ ഐബ്രോസ്. പക്ഷേ ദ തിങ് ഈസ്, ഈ ടാറ്റു ചെയ്യുമ്പോഴത്തേക്ക് ബിക്കോസ് ഇറ്റ് കംസ് ഡൗൺ, ആ ടാറ്റു ലൈൻ വിൽ നോട്ട് ദിസ് തിങ് ചേഞ്ച്. അപ്പം നല്ല വൃത്തിയിടണ്ടായിരിക്കും. സോ ഐ തിങ്ക് the better solution or a permanent solution will be a hair transplant for your eyebrows also.